അപ്പൊ എനിക്ക് ശ്വേതയുടെ വർത്താനം കേട്ടപ്പോൾ കഷ്ടം തോന്നി. ഞാൻ പറഞ്ഞു, ശ്വേത ഇതെന്തോ അറിഞ്ഞില്ല സത്യമാണ് ചേച്ചി, ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞപ്പോൾ ശ്വേത തിരിച്ചു വരുമ്പോൾ 1 മാസത്തെ കണക്ക് നോക്കാറില്ലേ, അപ്പൊ ഇതെന്താന്ന് കാണത്തില്ലായിരുന്നു. അല്ല, അത് ഉണ്ണി ശിവപാലും കുക്കുമാണ് ചെക്കിൽ ഒപ്പിടുന്നത്. ഞാൻ യു ഷുഡ് ചേഞ്ച് ഇറ്റ്. ഞാൻ ആദ്യം ഒരു ശത്രുവാണ്, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഞാൻ അമ്മയുടെ ശത്രുവാണ് ആദ്യം മുതലേ. അത് സുകുമാരന്റെ ഭാര്യ എന്നുള്ള നിലയിൽ കുറെ നാളെ ശത്രു. പിന്നെ പൃഥ്വിരാജിന്റെ മറ്റേ അവിടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുറെ പേര്. ഇതിന്റെയൊക്കെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും പുറത്തു നിന്ന് ഇവരെ നിയന്ത്രിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല. ഇന്ന ദിവസം ഇന്ന സബ്ജക്റ്റ് പറയണ്ട, ഇന്ന ദിവസം ഇന്ന അജണ്ടയിൽ ഈ മാറ്റർ ഉൾപ്പെടുത്തണ്ട എന്ന് പറയുന്നവരുണ്ട് എന്നുള്ളത് 100% ഉണ്ട്. അവരൊക്കെ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നുമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരു സംഘടന പോകുന്നതെങ്കിൽ ഇത് വേണ്ടെന്ന് വയ്ക്കുക. ഒരു ചെറിയ ഒരു ഓഫീസ്, ഇതെല്ലാം കൂടെ ഞാൻ ആദ്യം പറഞ്ഞത് വാടകയ്ക്ക് കൊടുക്കട്ടെ, കാശ് കിട്ടും. ചെറിയ ഓഫീസിൽ ഒരു കണക്ക് നോക്കാൻ ഒരു അക്കൗണ്ടന്റ്, ഒരു മാനേജർ, ഒരു ക്ലർക്ക്, എന്തെങ്കിലും ഈ പറഞ്ഞതിൻ്റെ വിട്ട് ഒരു സെക്യൂരിറ്റി, ഇങ്ങനെ ഒരു 4-5 സ്റ്റാഫിനെ വെച്ചിട്ട് ഒരു ചെറിയ സ്ഥലത്ത് അമ്മ ഓഫീസ് പ്രവർത്തിക്കുക. കറക്റ്റായിട്ട് ഈ സംഗതി പോകുന്നതെന്ന് അറിയാനായിട്ട് ഇതിനകത്ത് ഏതെങ്കിലും 5-6 പേരെ ചുമതലപ്പെടുക, ഈ മാസം നിങ്ങൾ പോയിട്ട് കണക്ക് നോക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം അല്ലാതെ ഈ പരിപാടി നടക്കത്തില്ല. അവിടെ കാശ് നാനാ വഴിയിലും പോകുന്നുണ്ട്. കാശിന്റെ കാര്യം പറയുമ്പോഴേ, ഈ കുടുംബ സംഗമത്തിന്റെ 75 ലക്ഷം രൂപയാണ് ഒരു ക്ഷേത്ര ട്രസ്റ്റ് അതിൽ അൻസിബ എതിർപ്പ് ഉന്നയിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ആ ഘട്ടത്തിൽ. അതെ, ഈ ക്ഷേത്രം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. എന്നെ വിളിച്ചു, ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പടിയൊക്കെ കയറുമ്പോൾ ഇതിലും ദയനീയമായിരുന്നു എന്റെ കാലം. അപ്പൊ ഞാൻ ചെന്നു, വളരെ കാര്യമായിട്ട് എല്ലാം ഞാൻ അവിടെ അമ്പലത്തിൽ ദീപാരാധന തൊഴുതിട്ടാണ് ഞാൻ ആ ഫംഗ്ഷന്റെ സ്റ്റേജിലോട്ട് കയറുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ സംസാരിച്ചു. വലിയ കാര്യമായിട്ട് സത്യം, നമ്മൾ ഇവിടുന്ന് വണ്ടി പോകുന്നതിന്റെ ചിലവ്, പ്ലെയിന് വേണോ എന്താ എല്ലാം ചോദിക്കും. അല്ലാതെ ഞാനങ്ങനെ ഇത്ര രൂപ ഞാൻ വരുന്നതിന് തരണമെന്ന് കണക്ക് അങ്ങനെ പറയാറില്ല, അങ്ങനെ വാങ്ങിക്കാറുമില്ല. ദൂരെയൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ വല്ല ഇപ്പോൾ ദുബായിൽ ഒരു പരിപാടി നാച്ചുറലി നമുക്ക് ഒരാളെ കൂടെ വേണം, ഒറ്റയ്ക്ക് പറ്റത്തില്ല. അപ്പോൾ അവരുടെ ടിക്കറ്റ് അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത്. ഞാനവിടെ ചെന്നു, നല്ല പരിപാടി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ പ്രിയങ്കയെ കണ്ടു. അയ്യോ ഇതാരാ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അറിയത്തില്ല പ്രിയങ്ക അതിൻ്റെ അടുത്താ താമസം. അപ്പോൾ പ്രിയങ്ക പറഞ്ഞു, ഇതെന്താ ഞാനിവിടെ താമസം, അതിൻ്റെ അപ്പുറത്ത് ദിലീപേട്ടൻ്റെ ഫ്ലാറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ശരി, അപ്പം നിങ്ങളൊക്കെ ഇവിടുത്തെ നിത്യ സന്ദർശകരാണോ എന്നൊക്കെ ചോദിച്ച് തമാശ. അന്നാണ് ഞാൻ ഈ പറയുന്നതിനെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിനുശേഷം 1-2 പ്രാവശ്യമൊക്കെ ഈ പറയുന്ന പോലെ ഈ അമ്പലത്തിലെ ഉത്സവം വന്നപ്പോൾ രാജുവിനെ കിട്ടുമോ അവരെ കിട്ടുമോ അങ്ങനെ അതുകൊണ്ടല്ല ആർക്കെങ്കിലും തൊഴാൻ വരാൻ പറ്റുന്ന, അല്ലാതെ വേറെ അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പം ഞാനിപ്പോൾ ഇന്ന് കണ്ടു അദ്ദേഹം പറഞ്ഞത് 75 ലക്ഷം രൂപ അതിന്. പക്ഷെ അപ്പം അത് വാങ്ങിക്കാൻ നേരത്തെ കൊടുത്ത വാക്ക് പുറകുവശത്ത് ബാക്ക് ഡ്രോപ്പ് അമ്പലം വയ്ക്കുമെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം അതെനിക്ക് തോന്നുന്നത് അതിനെയാണ് അൻസിബ എതിർത്തു എന്നുള്ള രീതിയിലാണ് ഞാനും കണ്ടത്. അങ്ങനെ ഒരു മതപരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ അത് വേണോ എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് 75 ലക്ഷം രൂപയിൽ ആകൃഷ്ടരായിട്ട് ഇതങ്ങ് സമ്മതിച്ചതാണോ അല്ല എന്ന് പറയണേ. അപ്പോൾ 85 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു പള്ളി വയ്ക്കാൻ പറഞ്ഞാൽ വെക്കണ്ടേ? 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ജുമായ്ക്ക് സ്ഥിരമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു പള്ളിയുടെ പടം വെക്കണ്ടേ? അപ്പം ഞാനും എൻ്റെ ഒരു വെറുതെ കൊണ്ട് പറയല്ല, ഈ ആരാധനാലയങ്ങളിൽ പോയി പൈസ പിരിക്കുമ്പം അവരോട് സത്യസന്ധമായിട്ട് കാര്യം പറയണം. സാർ, ഞങ്ങൾ നിങ്ങളുടെയൊക്കെ സ്പോൺസർമാരുടെ പേരുകൾ ഒന്നിച്ച് എഴുതി. ഇപ്പം ഞങ്ങൾ ഇവിടെ പത്രഗ്രൂപ്പിലെ ഒരു വലിയ അംഗമാണ് ഞാൻ. ഫ്രണ്ട്സ് എൻഫോഴ്സ്മെന്റ്, സകല പത്രങ്ങളും ചാനലുകളും പലരും ഉണ്ട് അതിനകത്ത്. അവിടെ ഇപ്പം 3 സ്പോൺസർമാരുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരുടെയും ഞങ്ങൾ ഒരുപോലെ ഡിസ്പ്ലേ ചെയ്യും. ഒരു സൈഡിൽ ഇന്നാര് കല്യാൺ സിൽക്ക് എന്ന്, ഒരു സൈഡിൽ ഭീമ ജ്വല്ലറി. അപ്പോൾ അവർ ഈക്വൽ ഒരിതാണ്. കുറച്ച് കൂടുതൽ തന്നവരെ ഞങ്ങൾ ഈ പറഞ്ഞിട്ടത് വേദിയിൽ പറയും, അദ്ദേഹം ഇങ്ങനെയാണ് അങ്ങനെ. അപ്പം അതുപോലൊരു വലിയ പിണക്കം തോന്നാത്ത രീതിയിലുള്ള ഒരു സംവിധാനം വരണമായിരുന്നു. ഇതിപ്പോൾ ആ കുട്ടിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നും അത് മാത്രം വെച്ചു, അപ്പോൾ അതിനെ എതിർത്തു, അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ ജിഹാദി, തീവ്രവാദി ഒക്കെ വിളിച്ചു. പക്ഷേ അങ്ങനെ എനിക്ക് ആ വാക്ക് ഉപയോഗിച്ച് ടിനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ നീനാക്കുറുപ്പ് പറഞ്ഞു എന്നാണ് അൻസിബ പറയുന്നത്. അപ്പോൾ നീനാക്കുറുപ്പിന് അതൊന്നും ഒരു തെളിവ് പ്രൊഡ്യൂസ് ചെയ്യണം തീർച്ചയായിട്ടും. കാരണം എൻ്റെ അടുക്കൽ ഈ ഇലക്ഷൻ സമയത്ത് ഞാനിപ്പോൾ സത്യസന്ധമായിട്ട് ഞാനിവിടെ ഈ വീട്ടിൽ കയറി വിളക്ക് കത്തിച്ചതേ ഉള്ളൂ. ഈ വീട്ടിൽ ഇന്നലെ രാത്രിയിലാണ് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞത്, ചേച്ചി ഇതിനകത്ത് 2 നല്ല മിടുക്കരി പിള്ളേരുണ്ട്, സത്യം പറയാം. അപ്പം എനിക്ക് ടിനിയെ അത്ര വലിയ അടുപ്പമൊന്നുമില്ല, ഞാനങ്ങനെ ഒരു മിമിക്രി കലാകാരിയൊന്നും അല്ലല്ലോ. ഇങ്ങനെയൊക്കെ രാജുവിൻ്റെ കൂടെ ഇന്ത്യൻ റുപ്പിയിലൊക്കെ അഭിനയിച്ചു, അങ്ങനെ അത്രയുള്ള പരിചയമുള്ളൂ.
രണ്ട് മിടുക്കരി പിള്ളേരുണ്ട്. ഒന്ന് നമ്മുടെ സരവിന്. അയ്യോ സരവിനെ എനിക്കറിയാം, സരവിന്റെ ഹസ്ബൻഡിന്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചതാണ്, കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അൻസിബ, ഞാൻ പറഞ്ഞു അൻസിബ. അപ്പൊ അന്ന് എനിക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല. പറഞ്ഞു ദൃശ്യത്തിൽ ഞാൻ കൊച്ചുകുട്ടിയോ, അയ്യോ അതാണ് ഈ കുട്ടി എന്ന് ചോദിച്ചു. അപ്പൊ ഇതൊക്കെ പുള്ളിക്കാരി വളർന്നല്ലോ. അപ്പം ഞാൻ അതെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല സ്മാർട്ടാണ്, അവർക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞ ആളാ. അപ്പൊ അവിടുന്ന് ആ ഒരു സ്റ്റാൻഡിൽ സരയും അൻസിബയും നമുക്ക് കമ്മിറ്റിയിൽ വേണം എന്ന് പറഞ്ഞ ആളിനെ ജിഹാദി എന്ന് വിളിക്കത്തക്ക രീതിയിൽ കൊണ്ടെത്തിച്ചെങ്കിൽ ഇതാരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് എനിക്കറിയില്ല. അത് അൻസിബ വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കണമെന്ന് എനിക്ക് അൻസിബയുടെ ഒരു അപേക്ഷയുണ്ട്. അൻസിബ ആ വോയിസ് മെസ്സേജ് കേൾപ്പിക്കണം. കാരണം ഇപ്പൊ ഇവര് മറ്റേ പെണ്ണിനോട് നിങ്ങൾ എന്തിനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ അതുമില്ല എന്ന് പറഞ്ഞ ക്ലർക്കിനോട് ചോദിച്ചല്ലോ അല്ലേ, എന്തിനു പറഞ്ഞു, ഇതിനെക്കുറിപ്പിന്റെ വോയിസ് മെസ്സേജ് ഞങ്ങൾക്കെല്ലാം വന്നിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ അൻസിബ അത് കേൾപ്പിക്കണം. അപ്പൊ അൻസിബ കുറെ കൂടെ ക്ലിയർ ആയില്ലേ സംഗതി. അല്ലാതെ പറഞ്ഞു നീനാക്കുറിപ്പ് പറഞ്ഞു പിന്നെ അതെന്തോ അടിക്കാൻ ചെന്നതോ പിടിക്കാൻ ചെന്നതൊക്കെ ഇന്നലെ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ ഇവിടെ എന്താ ഇതിപ്പോ താരസംഘടനയാണോ, ഗുണ്ടകളുടെ സംഘടനയാണോ, അതോ അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള ഒരു പരദൂഷണ കേന്ദ്രമാണോ, ഒന്നും അറിയാൻ വയ്യ. കഷ്ടകാലത്തിൽ ഒന്ന് പോയി കണ്ടു മിനിഞ്ഞാന്ന്. അപ്പൊ എനിക്ക് ശ്വേതയുടെ വർത്താനം കേട്ടപ്പോ കഷ്ടം തോന്നി. ഞാൻ പറഞ്ഞു ശ്വേത ഇതെന്തോ അറിഞ്ഞില്ല സത്യമാണ് ചേച്ചി, ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞപ്പോ ശ്വേത തിരിച്ചു വരുമ്പോ ഒരു മാസത്തെ കണക്ക് നോക്കാറില്ലേ, അപ്പൊ ഇതെന്താന്ന് കാണത്തില്ലായിരുന്നു. അല്ല അത് ഉണ്ണി ശിവപാലും കുക്കുമാണ് ചെക്കിൽ ഒപ്പിടുന്നത്. ഞാൻ യു ഷുഡ് ചേഞ്ച് ഇറ്റ്. അപ്പൊ പറയുന്നത് ഇപ്പൊ ബൈലോ മാറ്റിയതിന്റെ വേറെ ഒരുപാട് കിടപ്പുണ്ട് സംഭവങ്ങൾ ഞങ്ങളൊക്കെ കേട്ടത്. അത് പോട്ടെ, ഓരോ തവണ പറഞ്ഞും പറയാതെ മാറ്റുന്നു എന്നൊക്കെയുള്ള പറഞ്ഞ പ്രത്യാരോപണങ്ങൾ ഒരുപാടുണ്ട്. ഏതായാലും എന്റെ പൊന്നു മോനെ, ഈ രീതിയിൽ പോയാൽ സിനിമയ്ക്കും സിനിമയിൽ അഭിനയിക്കുന്നവർക്കും എല്ലാം നാണക്കേടെന്ന് പറഞ്ഞ അയ്യോ, നമ്മൾ വലിയ അഭിനയവും ഇല്ല, താരവും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു താരമാണ് എപ്പോഴും. ആയിക്കോട്ടെ, വിരോധമൊന്നുമില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല. പറയട്ടെ, ഇപ്പൊ ഇവിടുത്തെ എന്താണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ട്, ഡയറക്ടേഴ്സ് അസോസിയേഷൻ ഉണ്ട്. ആരോടെങ്കിലും ഞാൻ വിളിച്ചിട്ട് സാറേ എനിക്ക് അങ്ങേര് വളർന്നില്ല, പപ്പടം തരുന്നില്ല, ഞാൻ പറയത്തില്ലല്ലോ. എനിക്ക് പറയാറില്ല, കാരണം എനിക്കങ്ങനെ ഒരുപാട് കാശുണ്ടായിട്ടല്ല. പക്ഷെ അത് ശരിയല്ല. അവർക്കെല്ലാം ഈ രാഷ്ട്രീയത്തിലായാലും ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്, ശുപാർശകൾ ചിലപ്പോൾ ചിലതൊക്കെ അംഗീകരിക്കേണ്ടി വരും.